നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സൗദിയിലെ ഹോം ഷിഫ്റ്റിംഗ് ആണ്. അപ്പം ഇത്തരം ട്രക്കുകളുമായിട്ട് പാകിസ്ഥാനികൾ ഈ ഷിഫ്റ്റിംഗ് ജോലികൾ ഇവരാണ് ചെയ്യുന്നത്. പാകിസ്ഥാനികളുണ്ട്, അഫ്ഗാനികളുണ്ട്, യമനികളുണ്ട്, പക്ഷെ കൂടുതലും പാകിസ്ഥാനികളും അഫ്ഗാനികളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ അനുസരിച്ചാണ്. ഇതിപ്പോൾ ഒരു ട്രക്കിന് 350-400 റിയാലൊക്കെ അവർ വാങ്ങിക്കും. അതിൽ ഫുള്ള് സാധനം കയറ്റുകയും ചെയ്യും. ഇതേപോലെ അവർ ചുമന്ന് കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്ലോറിൽ, ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കൊണ്ടുവന്നത്, അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. വലിയ അലമാരകളൊക്കെ അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ അഴിച്ച് എടുത്ത് വയ്ക്കും. ഗ്ലാസ്സൊക്കെ ഉള്ളതൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അവിടെ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ AC അതുപോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം ഇവരുടെ മുതുകിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്, ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം 2 പേര് പിടിക്കുമ്പം അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് നല്ല ബാലൻസ് ഉണ്ട് അവർക്ക്. കണ്ടോ, സോഫയൊക്കെ വളരെ ഈസി ആയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇച്ചിരി മെലിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വിചാരിക്കുക ആരോഗ്യം കുറവാണെന്ന്. പക്ഷേ അദ്ദേഹം താണ്ട ഈ പ്ലൈവുഡിലുള്ള അലമാരയൊക്കെ പുഷ്പം പോലെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കണ്ടോ, നടന്നു പോകുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം എത്ര അനായാസമായിട്ടാണ് പുള്ളി അത് കൊണ്ടുപോകുന്നതെന്ന്. അത് 2ാമത്തെ നിലയിൽ ഈസി ആയിട്ട് പുള്ളി കണ്ടോ ഒരിടത്തും. ഇത് നമ്മളെ വാഷിംഗ് മെഷീനായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്നതിൽ ഹെവി ഐറ്റം ഇതായിരുന്നു. അപ്പോൾ ഇതും ആ പുള്ളി തന്നെ എടുത്തു. പക്ഷേ ഇതിൽ പുള്ളിക്കാരന് അല്പം ഒന്ന് പരിങ്ങിയതുപോലെ എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. കണ്ടോ, വളരെ മെല്ലെ മെല്ലെയാണ് നടന്നു വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റെയറിൻ്റെ അടുത്ത് വന്നപ്പം പുള്ളിക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ട് വന്നു. പിന്നെ നമ്മൾ 2-3 പേരായിട്ടൊക്കെ പിടിച്ചാണ് മുകളിൽ കയറ്റിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആറ്റൂർ സുരേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. നന്ദി, നമസ്കാരം.